അന്നും പതിവ് പോലെ ആ അമ്മ ഭഗവാനെ നേദിക്കാനുള്ള പൂജാപുഷ്പങ്ങളുമായി ക്ഷേത്രത്തിലേക്ക് പോയി. പാതി വഴിയിൽ അമ്മയൊരു നിരീശ്വരവാദിയെ കണ്ടു. തികച്ചും അദ്ദേഹം ആ അമ്മയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കൊക്കെ എതിരാണ്. അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മ എങ്ങോട്ടാണ്? അമ്മ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിലേക്കാണ്. അമ്മയ്ക്ക് അറിയില്ലേ, ഈ ദൈവം എന്ന് പറയുന്നൊരു ശക്തിയേ ഇല്ല. അമ്മ വെറുതെ പോവുകയാണ്. വേണമെങ്കിൽ ഞാൻ അമ്മയ്ക്ക് അത് തെളിയിച്ചു തരാം. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ തെളിയിക്കേണ്ട കാര്യമില്ല, മോൻ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഒരാളെ ഇല്ല, അങ്ങനെ ഒരു ഈശ്വരനെ ഇല്ല, ഒക്കെ സത്യമാണ്. നിരീശ്വരവാദിക്ക് വളരെ സന്തോഷമായി. കാരണം ഒരു തർക്കം കൂടാതെ തന്നെ ഞാൻ ജയിച്ചിരിക്കുന്നു, വാദിക്കേണ്ടി വന്നിട്ടില്ല. അമ്മയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായി. എന്നാൽ അമ്മ വീണ്ടും മുൻപോട്ട് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു, അമ്മയ്ക്ക് മനസ്സിലായില്ല ഇവിടെ ഈശ്വരൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്? അമ്മയും പറഞ്ഞില്ലെന്ന്. പിന്നെ എന്തിനാണ് പോകുന്നത്? വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ പറഞ്ഞത് നിന്റെ ഭാഗത്തു നിന്നാൽ ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ശരി എൻ്റേത് മാത്രമാണ്. അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടായില്ല. കാരണം അമ്മ ഒരു തർക്കത്തിനുള്ള വഴി അവിടെ വെച്ചു കൊടുത്തില്ല. നോക്കൂ, ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതം. നമ്മളിങ്ങനെ പലരുടെയും വാക്കിൽപ്പെട്ട് അതിൽ കുരുങ്ങി കിടന്നുകൊണ്ട് പലരെയും ഇങ്ങനെ ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നമ്മളെ അറിയാൻ സാധിച്ചാൽ, നമ്മളിൽ നിലനിൽക്കാൻ സാധിച്ചാൽ എത്ര വലിയ യുദ്ധങ്ങളാണ് നമുക്ക് ഒഴിവാക്കാനാകുന്നത്. നമ്മൾ ആരെയും തിരുത്തേണ്ടതില്ല, അവരെ ആ നിലയിൽ അങ്ങോട്ട് അംഗീകരിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് അനുവദിക്കാത്തത് നമ്മുടെ ഈഗോ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് ശരിയാക്കിക്കൊണ്ടേയിരിക്കും നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ പലരെയും. നമുക്ക് ചെയ്യാനാവുന്ന ഒന്നേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കുക, നമ്മുടെ നന്മകളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ നിലനിൽക്കുക. അപ്പോൾ നമുക്ക് ആരെയും തോൽപ്പിക്കേണ്ടി വരുന്നില്ല. എന്നാൽ സ്വയം ജയിച്ച് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ സന്തോഷത്തോടെ നിലനിൽക്കാനാവും. അതല്ലേ ജീവിതം. ഒരുപാട് ഇഷ്ടം.